എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ലോക ചരിത്രവുമായി ബന്ധപ്പെട്ട ക്ലാസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണ്. ഡിഗ്രി ലെവൽ എക്സാമിന് പ്രയോജനം ചെയ്യുന്ന വേൾഡ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട റീസെന്റ് ഉള്ള രണ്ടാമത്തെ ക്ലാസ് ആണ്. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് ഒക്കെ നോക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഇനി വരുന്ന എല്ലാ തരത്തിലുള്ള എക്സാമിനും പ്രയോജനം ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് കണ്ട് കേട്ട് മനസ്സിലാക്കുക. നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം സ്വാതന്ത്ര്യ പ്രഖ്യാപനം ആരാണ് തയ്യാറാക്കിയതെന്നാണ്. ഇവിടെ 4 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. ജോർജ് വാഷിംഗ്ടൺ, തോമസ് ജെഫേഴ്സൺ, ജെയിംസ് മാഡിസൺ, അലക്സാണ്ടർ ഹാമിൽട്ടൺ. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയത് ആരാന്നാണ്. നമുക്കറിയാം തോമസ് ജെഫേഴ്സൺ ആണ് എന്ത് ചെയ്തത്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയത്. എന്തായിരുന്നു അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നായിരുന്നു നടന്നത്? ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെ? ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്ന അമേരിക്കയിലെ 13 കോളനികൾ സ്വാതന്ത്ര്യത്തിനായി നടത്തിയ പോരാട്ടമാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്നു അമേരിക്കയിലെ 13 കോളനികൾ. അവർ നടത്തിയ പോരാട്ടമാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത്. 1775 ആരംഭിച്ച് 1775 ആരംഭിച്ച് 1783 1783 സമാപ്തി കുറിച്ച വിപ്ലവമാണ്, ലോക ചരിത്രത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വിപ്ലവമാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം അല്ലേ? 1775 മുതൽ 1783 വരെ. ഇതിന് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ആദ്യം കാണുന്ന ജോർജ് വാഷിംഗ്ടൺ. ജോർജ് വാഷിംഗ്ടൺ ആണ്, അതായത് കോണ്ടിനെന്റൽ ആർമി ജനറലായ ജോർജ് വാഷിംഗ്ടൺ ആണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത്. ഓക്കെ, എന്തുകൊണ്ടായിരുന്നു അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെടാനുള്ള കാരണങ്ങള്? ബ്രിട്ടൻ അടിച്ചേൽപ്പിച്ച അമിതമായ നികുതികൾ. അതിന് ഉദാഹരണമാണ് സ്റ്റാമ്പ് ആക്ടും ഷുഗർ ആക്ടും. അതുപോലെ തന്നെ കോളനിക്കാരുടെ മേലുള്ള നിയന്ത്രണങ്ങൾ. ഈ 13 കോളനികളിലെ ആൾക്കാരാണല്ലോ പ്രക്ഷോഭം നടത്തിയത്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല, നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ. ഈ മുദ്രാവാക്യം ഉയർത്തിയത് ആരാടെ? ജെയിംസ് ഓട്ടിസ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. അപ്പോൾ ഈ പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നുള്ളത് വിപ്ലവകാരുടെ പ്രധാനമായിട്ടുള്ള മുദ്രാവാക്യമാണ്. ഈ മുദ്രാവാക്യം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ജെയിംസ് ഓട്ടിസ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഓർത്തിരിക്കണം, ഈ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട പ്രധാന സംഭവങ്ങൾ നമ്മൾ അതിന്റെ കാലഗണനാക്രമത്തിൽ അറിഞ്ഞിരിക്കണം. ഈ ആദ്യമായിട്ട് വരുന്ന ബോസ്റ്റൺ ടീ പാർട്ടി നിങ്ങൾക്കറിയാം. 1773 ബോസ്റ്റൺ ടീ പാർട്ടി തേയിലയുടെ മേലുള്ള നികുതിയിൽ പ്രതിഷേധിച്ച് എന്ത് ചെയ്തു? ബോസ്റ്റൺ തുറമുഖത്തെ കപ്പലുകളിൽ ഉണ്ടായിരുന്ന തേയിലപ്പട്ടികള് വിപ്ലവകാരികൾ കടലിലേക്ക് എറിഞ്ഞതാണ് 1773. അതാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ അമേരിക്കയിലെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. 1776 ജൂലൈ 4 1776 ജൂലൈ 4 തോമസ് ജെഫേഴ്സൺ ആണ്, അതാണ് നമ്മളിവിടെ എഴുതി വെച്ചിരിക്കുന്നത് ക്വസ്റ്റിനകത്ത്. തോമസ് ജെഫേഴ്സൺ തയ്യാറാക്കിയ പ്രഖ്യാപനത്തിലൂടെയാണ് അമേരിക്കൻ കോളനികൾ സ്വതന്ത്രമാണെന്ന് പ്രഖ്യാപിച്ചത്. സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയ തോമസ് ജെഫേഴ്സൺ തയ്യാറാക്കിയ പ്രഖ്യാപനത്തിലൂടെ. അതുപോലെ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും 1783 അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം അവസാനിക്കുന്നത് അല്ലെ? പാരീസ് ഉടമ്പടിയോട് കൂടി 1783 പാരീസ് ഉടമ്പടി, ബ്രിട്ടനും അമേരിക്കയും തമ്മിൽ ഒപ്പിട്ട ഈ ഉടമ്പടിയോട് കൂടിയാണ് യുദ്ധം അവസാനിച്ചത്. അതുപോലെ തന്നെ അമേരിക്കയുടെ സ്വാതന്ത്ര്യം അങ്ങനെയാണ് ബ്രിട്ടൻ അംഗീകരിച്ചത്. അപ്പോൾ ഇതിനകത്ത് ഓർത്തിരിക്കേണ്ട യുദ്ധാനന്തരമുള്ള സംഭവങ്ങളും കൂടി നമ്മൾ ഇതിനോടനുബന്ധിച്ച് അറിഞ്ഞിരിക്കണം. ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കിയത് അമേരിക്കയാണ്. ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട, എക്സാമിന് ചോദിക്കാം, ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കിയത് അമേരിക്കയാണ്. അങ്ങനെ ജോർജ് വാഷിംഗ്ടൺ, സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യത്തെ ഓപ്ഷൻ ആയിട്ടുള്ള ജോർജ് വാഷിംഗ്ടൺ അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റായി എന്ന് നിങ്ങൾക്കറിയാം അല്ലെ? അപ്പോൾ വിപ്ലവകാരികളുടെ മുദ്രാവാക്യമായിരുന്നു നമ്മൾ പഠിച്ചു, നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ.
പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നുള്ള മുദ്രാവാക്യം ആരുടെ ആയിരുന്നു? നമ്മൾ പഠിച്ചതാണ്, ജെയിംസ് ഓട്ടിസ് ജൂനിയറുടെ ആണ് അല്ലേ? ജെയിംസ് ഓട്ടിസ് ജൂനിയറുടെ ആണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നുള്ളത്. ഇതിലൊരു ഓപ്ഷൻ സി കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ജെയിംസ് മാഡിസൺ. ആരുടെ ജെയിംസ് മാഡിസൺ? അമേരിക്കൻ ഐക്യനാടുകളുടെ 4ാമത്തെ പ്രസിഡന്റ് ആണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധമില്ല. അമേരിക്കൻ ഐക്യനാടുകളുടെ 4ാമത്തെ പ്രസിഡന്റ് ആണ്. പക്ഷേ അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് എന്ന് പറയാം. അമേരിക്കൻ ഭരണഘടനയുടെ പിതാവാണ്. എക്സാമിന് ചോദിക്കാം. ആര്? ജെയിംസ് മാഡിസൺ. അപ്പോൾ അമേരിക്കൻ ഐക്യനാടുകളുടെ 4ാമത്തെ പ്രസിഡന്റായ 1809 മുതൽ 1817 വരെ ആയിരുന്നു ജെയിംസ് മാഡിസന്റെ 4ാമത്തെ പ്രസിഡന്റായ ജെയിംസ് മാഡിസന്റെ കാലാവധി. ഭരണഘടനാ ശില്പിയിലെ അമേരിക്കൻ ഭരണഘടനാ ശില്പിയിലെ പ്രധാന വ്യക്തിയാണ് ജെയിംസ് മാഡിസൺ. അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും സ്വാധീനമുള്ള നേതാക്കൾ ഒരാൾ കൂടിയാണ് ജെയിംസ് മാഡിസൺ. അപ്പോൾ എക്സാമിന് ചോദിക്കാൻ അമേരിക്കയുടെ ഭരണഘടനയുടെ USA ഭരണഘടനയുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പിതാവ് ജെയിംസ് മാഡിസൺ ആണ്. അപ്പോൾ അതിന്റെ രൂപരേഖ തയ്യാറാക്കുന്നതിലും ഭരണഘടന നടപ്പാക്കുന്നതിലും നിർണായ പങ്ക് വഹിച്ചത് കൊണ്ടാണ് ജെയിംസ് മാഡിസനെ ഫാദർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഫാദർ ഓഫ് ദി അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ബിൽ ഓഫ് റൈറ്റ്സ്, അമേരിക്കൻ പൗരന്മാരുടെ മൗലിക അവകാശങ്ങൾ ഉറപ്പാക്കുന്ന ഭരണഘടനയിലെ ആദ്യത്തെ 10 ഭേദഗതികൾ, 10 അമെൻമെന്റ്സ് എഴുതിയുണ്ടാക്കിയതും ആരാണ്? ജെയിംസ് മാഡിസൺ ആണ്. ബിൽ ഓഫ് റൈറ്റ്സ് എഴുതിയുണ്ടാക്കിയത് ആരാണ്? ജെയിംസ് മാഡിസൺ ആണ്. അമേരിക്കൻ പൗരന്മാരുടെ മൗലിക അവകാശങ്ങൾ ഉറപ്പാക്കുന്ന ഭരണഘടനയിലെ ആദ്യത്തെ 10 ഭേദഗതികൾ എഴുതിയുണ്ടാക്കിയത് ജെയിംസ് മാഡിസൺ ആണ്. അതുപോലെ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഫെഡറലിസ്റ്റ് പേപ്പേഴ്സ് അലക്സാണ്ടർ ഹാമിൽട്ടൺ, ജോൺ ജെ എന്നിവരോടൊപ്പം ജെയിംസ് മാഡിസൺ ഭരണഘടനയുടെ അംഗീകാരത്തിന്, അതാണ് ഭരണഘടനയുടെ റാറ്റിഫിക്കേഷനായിട്ട് ഒരു കൂട്ടം പ്രബന്ധങ്ങളൊക്കെ എഴുതിയിരുന്നു. ആരോടൊപ്പമാണ്? അലക്സാണ്ടർ ഹാമിൽട്ടനോടൊപ്പവും ജോൺ ജെയോടൊപ്പവും. അങ്ങനെ എഴുതിയിട്ടുള്ള ഭരണഘടനയുടെ അംഗീകാരത്തിനായി എഴുതിയിട്ട് ഒരു കൂട്ടം പ്രബന്ധങ്ങളെയാണ് ഫെഡറലിസ്റ്റ് പേപ്പേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. എന്താണ് ഫെഡറലിസ്റ്റ് പേപ്പേഴ്സ്? അതുപോലെ തന്നെ ഈ ജെയിംസ് മാഡിസൺ തോമസ് ജെഫേഴ്സണുമായിട്ട് ചേർന്നിട്ട് വെർജീനിയയിലെ മതസ്വാതന്ത്ര്യം ഉറപ്പാക്കുന്നതിനുള്ള നിയമങ്ങളൊക്കെ അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ രാഷ്ട്രീയ ജീവിതത്തിൽ പറഞ്ഞു, അദ്ദേഹം പ്രസിഡന്റ് പദവി വഹിച്ചിരുന്ന 1809 മുതൽ 1817 വരെ പ്രസിഡന്റ് ആയിരുന്നു. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്താണ് 1812 ബ്രിട്ടനുമായിട്ടൊരു യുദ്ധം നടക്കുന്നുണ്ട്. ഈ യുദ്ധം അമേരിക്കയുടെ 2ാം സ്വാതന്ത്ര്യ സമരം എന്ന് വിളിക്കപ്പെടാറുണ്ട്. അതൊന്ന് അറിഞ്ഞിരിക്കണം. 1812 ആ സമയത്ത് പ്രസിഡന്റ് ജെയിംസ് മാഡിസൺ ആണ്. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു വസ്തുത, ഇദ്ദേഹം 1801 മുതൽ 1809 വരെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്നു. തോമസ് ജെഫേഴ്സൺ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഇദ്ദേഹം, അതായത് തോമസ് ജെഫേഴ്സൺ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയ തോമസ് ജെഫേഴ്സൺ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് കൂടിയായിരുന്നു ആറ്? ജെയിംസ് മാഡിസൺ. അതും കൂടി അറിഞ്ഞിരിക്കണം. ഇനി ഇതിനകത്ത് 4ാമത്തെ ഓപ്ഷൻ അലക്സാണ്ടർ ഹാമിൽട്ടൺ. ആരുടെ? അലക്സാണ്ടർ ഹാമിൽട്ടൺ. അമേരിക്കയുടെ സ്ഥാപക പിതാക്കന്മാരിൽ ഒരാളായിരുന്നു ആര്? അലക്സാണ്ടർ ഹാമിൽട്ടൺ. ആധുനിക അമേരിക്കൻ സാമ്പത്തിക വ്യവസ്ഥയുടെ ശില്പി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാലും എഴുതാൻ പറ്റണം. ആധുനിക അമേരിക്കൻ സാമ്പത്തിക വ്യവസ്ഥയുടെ ശില്പി ആരായിരുന്നു? അലക്സാണ്ടർ ഹാമിൽട്ടൺ ആണ്. അതും കൂടി സന്ദർഭവശാൽ ഓർത്തിരിക്കണം. അപ്പോഴേ ഇതിനകത്ത് 4ാമത്തെ ഓപ്ഷൻ ആരായിരുന്നു? അലക്സാണ്ടർ ഹാമിൽട്ടനെ കുറിച്ചാണ് നമ്മൾ. അലക്സാണ്ടർ ഹാമിൽട്ടൺ എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ? ആരായിരുന്നു അലക്സാണ്ടർ ഹാമിൽട്ടൺ? അമേരിക്കയുടെ സ്ഥാപക പിതാക്കന്മാരിൽ ഒരാളായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ആര്? അലക്സാണ്ടർ ഹാമിൽട്ടൺ. അമേരിക്കൻ സ്വാതന്ത്ര്യ സമര കാലത്ത് കോണ്ടിനെന്റൽ ആർമിയിൽ ചേർന്നിരുന്ന വ്യക്തി കൂടിയാണ് ആര്? അലക്സാണ്ടർ ഹാമിൽട്ടൺ. അതുപോലെ തന്നെ നമ്മുടെ ജോർജ് വാഷിങ്ടൺ, ഈ ആദ്യ പ്രസിഡന്റ് ആയ ജോർജ് വാഷിങ്ടന്റെ വിശ്വസ്തനായ സഹായിയായി 4 വർഷത്തോളം പ്രവർത്തിക്കുകയും ചെയ്ത വ്യക്തിയാണ് അലക്സാണ്ടർ ഹാമിൽട്ടൺ. അതുപോലെ തന്നെ 1787 ഭരണഘടനാ കൺവെൻഷനിൽ ന്യൂയോർക്കിനെ പ്രതിനിധീകരിച്ച
വ്യക്തി കൂടിയായ, അതായത് ശക്തമായ ഒരു ഗവൺമെന്റിനായി വാദിച്ച വ്യക്തി കൂടിയാണ് അലക്സാണ്ടർ ഹാമിൽട്ടൺ. അതുപോലെ ആദ്യത്തെ ട്രഷറി സെക്രട്ടറി, എക്സാമിന് ചോദിക്കുക, 1789 അമേരിക്കയുടെ ആദ്യത്തെ ട്രഷറി സെക്രട്ടറിയായി നിയമിതനായ വ്യക്തിയാണ് അലക്സാണ്ടർ ഹാമിൽട്ടൺ. അതുപോലെ തന്നെ അമേരിക്കയുടെ ആദ്യത്തെ ദേശീയ ബാങ്ക്, ഫസ്റ്റ് ബാങ്ക് ഓഫ് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സ്ഥാപിച്ചതും, അതുപോലെ രാജ്യത്തിന്റെ കടബാധ്യതകൾ തീർക്കാനുള്ള സാമ്പത്തിക പദ്ധതികൾ ആവിഷ്കരിച്ചതുമൊക്കെ അലക്സാണ്ടർ ഹാമിൽട്ടൺ ആണ്. അതും കൂടി സന്ദർഭവശാൽ ഓർത്തിരിക്കണം. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ അല്ലേ? അപ്പോൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളെ അവ നടന്ന വർഷവുമായി എന്ത് ചെയ്യാനായിട്ട് ചേരുംപിടി ചേർക്കാനാണ്. ഒന്നാമത്തത് ബോസ്റ്റൺ ടീ പാർട്ടി. അതിന് നേരെ തന്നിരിക്കുന്ന 1776 എന്നാണ്. ബോസ്റ്റൺ ടീ പാർട്ടി നമ്മൾ പഠിച്ചിരുന്നു. ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നത്? ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് ബോസ്റ്റൺ ടീ പാർട്ടി? നമ്മളിപ്പൊ പഠിച്ചതേ ഉള്ളൂ അല്ലെ? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് ബോസ്റ്റൺ ടീ പാർട്ടി. 1773 ഡിസംബർ 16 ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത്. ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയ ടീ ആക്ടിനെതിരെ, ആ ടീ ആക്ട് 1773 ബോസ്റ്റൺ ടീ പാർട്ടി നടക്കുന്നത് 1773 ഡിസംബർ 16 ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയ ടീ ആക്ടിന് എതിരെ നടന്നതാണ് ബോസ്റ്റൺ ടീ പാർട്ടി. അപ്പോൾ ഈ ടീ ആക്ട് പ്രകാരം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അമേരിക്കയിൽ തേയില വിൽക്കാൻ പ്രത്യേക അധികാരമൊക്കെ ലഭിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ കോളനിക്കാർ ഇതിനെതിരെ ജെയിംസ് ഓട്ടിസിന്റെ മുദ്രാവാക്യമായ നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ, നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ. അപ്പോഴ് ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയ ടീ ആക്ടിനെതിരെ നടന്നതാണ് നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ, പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യമുയർത്തി കോളനി നിവാസികൾ, അമേരിക്കയിലെ 13 കോളനി നിവാസികളെ പ്രതിഷേധിച്ചത്. അപ്പോൾ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് സാമുവൽ ആഡംസിന്റെ നേതൃത്വത്തിലുള്ള, സാമുവൽ ആഡംസിന്റെ നേതൃത്വത്തിലുള്ള സൺസ് ഓഫ് ലിബർട്ടി എന്ന സംഘടനയിലെ, ഓർത്തിരിക്കുന്ന ഒരു പക്ഷേ ചോദിക്കാം എക്സാമിന്, സൺസ് ഓഫ് ലിബർട്ടി എന്ന സംഘടനയിലെ അംഗങ്ങൾ എന്ത് ചെയ്തു? റെഡ് ഇന്ത്യൻ വേഷം ധരിച്ച് ബോസ്റ്റൺ തുറമുഖത്ത് എത്തുകയും അവിടെയുണ്ടായിരുന്ന 3 ബ്രിട്ടീഷ് കപ്പലുകൾ, ആ ബ്രിട്ടീഷ് കപ്പലുകളുടെ പേരും കൂടെ നമുക്ക് പഠിക്കണ്ടേ? ഒന്ന് പഠിച്ചാലോ? ഡാർട്ട്മൗത്ത്, എലനോർ, ബീവർ. ഏതൊക്കെയാണ്? ഡാർട്ട്മൗത്ത്, എലനോർ, ബീവർ എന്നീ കപ്പലുകളിൽ കയറി 342, അതായത് 342 പെട്ടി തേയിലകൾ, അതുകൊണ്ട് എണ്ണവും കൂടി അറിഞ്ഞിരിക്കണം. 342 പെട്ടി തേയിലകളാണ് കടലിൽ അറിഞ്ഞത്. അപ്പോൾ ആരുടെ നേതൃത്വത്തിലുള്ളതാണ് പ്രതിഷേധം? നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ എന്ന മുദ്രാവാക്യമുയർത്തി പ്രതിഷേധത്തിന്റെ ഭാഗമായി സാമുവൽ ആഡംസിന്റെ നേതൃത്വത്തിലുള്ള സൺസ് ഓഫ് ലിബർട്ടി എന്ന സംഘടനയിലെ അംഗങ്ങളെ റെഡ് ഇന്ത്യൻസിന്റെ വേഷം ധരിച്ചെത്തി ബോസ്റ്റൺ തുറമുഖത്ത് എത്തുകയും അവിടെയുണ്ടായിരുന്ന 3 കപ്പലുകളായ, ബ്രിട്ടീഷ് കപ്പലുകളായ ഡാർട്ട്മൗത്ത്, എലനോർ, ബീവർ എന്നീ കപ്പലുകൾ കയറുകയും 342 പെട്ടി തേയില കടലിലെറിയുകയും ചെയ്തു. അങ്ങനെ ഈ സംഭവമാണ് ബ്രിട്ടീഷുകാരെ ചൊടിപ്പിക്കുന്നത്. ഇതിന് പകരമായി ബ്രിട്ടൻ കടുത്ത നിയന്ത്രണങ്ങളാണ്, ഇൻടോളറബിൾ ആക്ട്സ് ആണ് ഏർപ്പെടുത്തിയത്. ഇത് കോളനികൾക്കിടയിൽ കൂടുതൽ ഐക്യമുണ്ടാവുകയും അങ്ങനെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിക്കുകയൊക്കെ ചെയ്തു. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമൊക്കെ എന്താണ് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇവിടെ ബോസ്റ്റൺ ടീ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടത് 1773 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ സാമുവൽ ആഡംസിന്റെ കാര്യം പറഞ്ഞു അല്ലേ? സാമുവൽ ആഡംസ് ആരാണ്? സാമുവൽ ആഡംസ് ആരാടെ? നമ്മൾ ഓൾറെഡി പറഞ്ഞു, സാമുവൽ ആഡംസിന്റെ നേതൃത്വത്തിലുള്ള സൺസ് ഓഫ് ലിബർട്ടി. അപ്പോൾ ആരാണ് ഈ സാമുവൽ ആഡംസ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചാലക ശക്തിയും പ്രമുഖ രാഷ്ട്രീയ നേതാവുമായിരുന്നു ആര്? സാമുവൽ ആഡംസ്. ബോസ്റ്റൺ ടീ പാർട്ടി ഉൾപ്പെടെ പ്രക്ഷോഭങ്ങളുടെ പ്രധാന സൂത്രധാരനായിരുന്നു ആര്? സാമുവൽ ആഡംസ്. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടാൻ അദ്ദേഹം നേതൃത്വം നൽകി, അല്ലെങ്കിൽ അദ്ദേഹം രൂപീകരിച്ച രഹസ്യ സംഘടനയാണ് ആര്? സാമുവൽ ആഡംസ് രൂപീകരിച്ച രഹസ്യ സംഘടനയാണ് സൺസ് ഓഫ് ലിബർട്ടി.
ബോസ്റ്റൺ ടീ പാർട്ടി എന്നാണെന്ന് നമുക്കറിയാം. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ ഇദ്ദേഹം മസാച്യുസെറ്റ്സിലേക്ക് ഗവർണറായിട്ട് സേവനമൊക്കെ അനുഷ്ഠിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നോക്കിയാൽ അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസിന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം, അത് നമ്മൾ എന്താണെന്ന് ഓൾറെഡി പഠിച്ചു. 1776 അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസിന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചു പാരീസ് ഉടമ്പടി എന്നായിരുന്നു എന്ന്. 1783 അല്ലേ? അതുപോലെ തന്നെ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ? 1789 ഫ്രഞ്ച് റെവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? 1789 നടന്ന ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്? ഫ്രഞ്ച് റെവല്യൂഷനുമായി ബന്ധപ്പെട്ടതാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. 1789 പ്രധാനപ്പെട്ട ഫ്രഞ്ച് റെവല്യൂഷനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സംഭവമാണ്. ബാക്കി 3 എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്താണ്? ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. 1789 ജൂൺ 20 ഫ്രാൻസിലെ സാധാരണക്കാരായ ജനപ്രതിനിധികൾ എന്ത് ചെയ്തു? അതായത് തേർഡ് എസ്റ്റേറ്റിലെ ജനപ്രതിനിധികൾ ഒത്തുകൂടി രാജാവായിരുന്ന ലൂയി 16 അപ്പോഴെന്ത് ചെയ്തു? അവരുടെ ഈ സമ്മേളന ഹാള്, അവരൊരു ഹാളിലായിരുന്നു ഒത്തുചേരുന്നത്. ആ സമ്മേളന ഹാള് പൂട്ടിക്കുകയും ഈ സമ്മേളന ഹാള് പൂട്ടിയതിനെ തുടർന്ന് ഈ തേർഡ് എസ്റ്റേറ്റിൽപ്പെട്ട ആൾക്കാർ ജനപ്രതിനിധികൾ എന്ത് ചെയ്തു? തൊട്ടടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ ഒത്തുകൂടുകയും ഫ്രാൻസിന് വേണ്ടി ഒരു പുതിയ ഭരണഘടന നിർമ്മിക്കാതെ തങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞു പോകില്ല എന്നവർ പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു. ഇതാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് പഠിച്ചപ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇവിടെ ക്വസ്റ്റ്യനിൽ നോക്കിയടേ, ചുവടെ തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡി കണ്ടെത്തുക എന്നുള്ളതാണ്. ഒന്നാമത്തെ ജോഡിയിൽ തന്നിരിക്കുന്ന ലൈഫ് വീക്കിലി സാവോ താവോ ഫെൻ. ഒരുപക്ഷെ നിങ്ങളിത് കേട്ടിട്ടുണ്ടാവില്ല. ലൈഫ് വീക്കിലി സാവോ താവോ ഫെൻ. ലോങ് മാർച്ച് രണ്ടാമത് തന്നിരിക്കുന്ന സന്യാസൻ. അതുപോലെ തന്നെ മൂന്നാമത് എനിക്ക് ശേഷം പ്രളയം, ലൂയി 15. അടുത്ത് സോഷ്യൽ കോൺട്രാക്ട്, വോൾട്ടയർ. ഇതിൽ ശരിയായിട്ടുള്ള ജോഡി ഇതിൽ 1 ഉം 3 ആണ്. അതായത് ലൈഫ് വീക്കിലി സാവോ താവോ ഫെന്നും എനിക്ക് ശേഷം പ്രളയം എന്ന് പറയുന്ന ലൂയി 15 ഓക്കെ, ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട കാര്യമാണത്, ഫ്രാൻസിലെ അല്ലേ? അപ്പോൾ ഇവിടെ ആദ്യത്തേത് സാവോ താവോ ഫെൻ ലൈഫ് വീക്കിലി കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ചൈനീസ് പത്രപ്രവർത്തകനായിരുന്നു ആര്? സാവോ താവോ ഫെൻ. സാവോ താവോ ഫെൻ ചൈനീസ് പത്രപ്രവർത്തകനായിരുന്നു. 1895 മുതൽ 1944 വരെ എഡിറ്റ് ചെയ്തിരുന്ന പ്രശസ്തമായിട്ടുള്ള ഒരു വാരികയാണ് ലൈഫ് വീക്കിലി എന്നുള്ളത്. ആരുടെയാണ്? സാവോ താവോ ഫെന്നിന്റെ. 1920കളിലും 30കളിലും ചൈനയിൽ പുതിയ ആഗോള ആശയങ്ങളും ദേശീയ അവബോധവും പ്രചരിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച മാസികയാണ് സാവോ താവോ ഫെന്നിന്റെ ലൈഫ് വീക്കിലി. ഈ സാവോ താവോ ഫെൻ 1895 ജനിക്കുകയും 1944 മരണപ്പെടുകയും ചെയ്ത പത്രപ്രവർത്തകനാണ്. 1925 ഈ മാസിക ലൈഫ് വീക്കിലി എന്ന് പറയുന്ന മാസികയുടെ എഡിറ്ററായി സ്ഥാപിതമായ 1925 സ്ഥാപിതമാകുന്നത്. ഈ മാസികയുടെ എഡിറ്ററായി 1926 സാവോ താവോ ഫെന്ന് ചുമതലയേൽക്കുന്നത്. ഓക്കെ, വായനക്കാർക്ക് ആഗോള നേതാക്കളെയും, അതായത് ഉദാഹരണത്തിന് മഹാത്മാഗാന്ധി, കമാൽ അതാതുർക്ക് തുടങ്ങിയ ആഗോള നേതാക്കളാണ്. അപ്പോൾ ഈ പുതിയ ചിന്താഗതികളെയും പരിചയപ്പെടുത്തുന്ന ഒരു മാധ്യമമായിരുന്നു ഇത് സാവോ താവോ ഫെൻ. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ സാവോ താവോ ഫെന്നിന്റെ ലൈഫ് വീക്കിലി. ഈ സാവോ താവോ ഫെന്ന് ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുണ്ട്. ജപ്പാന്റെ ചൈനീസ് അധിനിവേശത്തിനെതിരെ ജനങ്ങളെ അണിനിരത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ച അദ്ദേഹത്തിന്റെ വീക്കിലിയാണ്
വരികയാണ് ലൈഫ് വീക്കിലി എന്നുള്ളത്. ഈ പ്രവർത്തനങ്ങളുടെ പേരിൽ, അതായത് ഈ ലൈഫ് വീക്കിലിയിലൂടെയുള്ള പ്രവർത്തനങ്ങളുടെ പേരിൽ 1936 സാവോ താവോ ഫെന്നിനെ അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. 7 ജെന്റിൽമെൻ എന്നറിയപ്പെടുന്ന 7 പ്രമുഖരിൽ ഒരാൾ കൂടിയാണ് ആര്? സാവോ താവോ ഫെൻ. ഓക്കെ അല്ലേ? അതുപോലെ ഇതിനകത്ത് മറ്റൊരു വസ്തുതയും കൂടി ഈ സാവോ താവോ ഫെന്നിന്റെ ലൈഫ് വീക്കിലിയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കണം. 1933 ഇത് അടച്ചുപൂട്ടുന്നുണ്ട്. 1995 സാവോ താവോ ഫെന്നിന്റെ 100ാം ജന്മവാർഷികത്തില് എന്ത് ചെയ്യുന്നുണ്ട്? സാൻലിയൻ ലൈഫ് വീക്കിലി എന്ന പേരില്, സാൻലിയൻ ലൈഫ് വീക്കിലി എന്ന പേരില് എന്ത് ചെയ്തു? ഇത് പുനരാരംഭിച്ചു. സാൻലിയൻ ലൈഫ് വീക്കിലി എന്ന പേരില് സാവോ താവോ ഫെന്നിന്റെ ലൈഫ് വീക്കിലി 1933 അടച്ചുപൂട്ടിയെങ്കിലും 1995 അദ്ദേഹത്തിന്റെ 100ാം ജന്മവാർഷികത്തിൽ ഇത് പുനരാരംഭിച്ചു. ഓക്കെ അല്ലേ? ഇനി അതുപോലെ ഇതിനകത്ത് ശരിയായിട്ടുള്ളത് മൂന്നാമത്തത് ലൂയി 15 കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഫ്രഞ്ചിലെ ചക്രവർത്തിയായിരുന്ന ലൂയി 15 അല്ലേ? നിങ്ങൾക്കറിയാമല്ലോ, എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞ ഫ്രഞ്ചിലെ ചക്രവർത്തിയായിരുന്നു ആര്? ലൂയി 15. അപ്പോൾ ഈ ലൂയി 15 കുറിച്ച് മറ്റെന്തൊക്കെ? ഫ്രാൻസിലെ ബൂർബൺ രാജവംശത്തിലെ പ്രധാനിയായ ഭരണാധികാരിയാണ് ആര്? ലൂയി 15. 1710 ജനിക്കുകയും 1774 മരണമടയുകയും ചെയ്തിരുന്നു. തന്റെ മുത്തച്ഛനായിരുന്ന ലൂയി 14 തുടർന്നാണ് 1715 15 മുതൽ 1774 വരെ അദ്ദേഹം എന്ത് ചെയ്തത്? ഫ്രാൻസ് ഭരിച്ചത് അല്ലേ? ഭരണത്തിന്റെ ആദ്യകാലത്ത് അദ്ദേഹം ഏറെക്കുറെ ജനസമ്മാദനൊക്കെ ആയിരുന്നു. അതുകൊണ്ട് പ്രിയങ്കരനായ ലൂയി എന്ന പേരിലൊക്കെ അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. അത് നിങ്ങൾക്കറിയാം. എനിക്ക് ശേഷം പ്രളയം, അപ്രസ് മോയി ലേ ഡിലേഗ് ഫ്രഞ്ച് ഭാഷയിൽ എനിക്ക് ശേഷം പ്രളയം. തനിക്ക് ശേഷം ഫ്രാൻസ് വലിയ തകർച്ചയിലേക്ക് നീങ്ങുമെന്ന് മുൻകൂട്ടി പ്രവചിച്ച വ്യക്തിയാണ് ആര്? ലൂയി 15. 1774 വസൂരി ബാധിച്ചാണ് അദ്ദേഹം മരണം അടയുന്നത്. ഇനി ഇതിനകത്ത് നോക്കിയേ, തെറ്റായിട്ട് തന്നിരിക്കുന്ന ലോങ് മാർച്ച്. ഈ ലോങ് മാർച്ച് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്? സന്യാസൻ അല്ല ലോങ് മാർച്ച്. സന്യാസൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ലോങ് മാർച്ച് ചരിത്രപരമായ ഒരു സൈനിക പിൻവാങ്ങലാണ്. അപ്പോൾ ആരായിരുന്നു ലോങ് മാർച്ചിന് നേതൃത്വം നൽകിയത്? ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ സൈനിക പിന്മാറ്റമാണ് ലോങ് മാർച്ച് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, 1934 മുതൽ 1935 വരെ നീണ്ടുനിന്ന ഐതിഹാസിക യാത്രയാണ്. ഇത് നേതൃത്വം നൽകിയത് മാവോ സേ തോങ് ആണ്, സന്യാസൻ അല്ല. അതറിഞ്ഞിരിക്കണം, മാവോ സേ തോങ്. ഈ ലോങ് മാർച്ചാണ് ഈ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനിഷേധ്യ നേതാവായ ആരെ മാറ്റുന്നത്? മാവോ സേ തൂങ്ങിനെ മാറ്റുന്ന. 1934 ഒക്ടോബർ മുതൽ 1935 ഒക്ടോബർ വരെ ഏകദേശം 1 വർഷം നീണ്ടു നിന്നാണ് ലോങ് മാർച്ച്. ചിയാങ് കൈഷക്കിന്റെ നേതൃത്വത്തിലുള്ള കുമിന്താങ് പാർട്ടി നിങ്ങൾക്കറിയാം, നാഷണലിസ്റ്റ് പാർട്ടി. ഈ നാഷണലിസ്റ്റ് സൈന്യത്തിന്റെ ഉപരോധത്തിൽ നിന്നും ഉന്മൂലനത്തിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് റെഡ് ആർമി നടത്തിയ പിന്മാറ്റമാണ് ഏത്? ലോങ് മാർച്ച് എന്ന് പറയുന്നത്. ഏകദേശം 10,000 കിലോമീറ്റർ, അതായത് 6,000 മൈൽ ദൂരം കമ്മ്യൂണിസ്റ്റ് സൈന്യം എന്ത് ചെയ്ത് കാൽനടയായിട്ട് സഞ്ചരിക്കുന്നുണ്ട്. അതായത് തെക്ക് കിഴക്കൻ ചൈനയിലെ ജിയാങ്ഷി പ്രവിശ്യയിൽ നിന്ന് ആരംഭിച്ച് വടക്ക് പടിഞ്ഞാറൻ ചൈനയിലെ ഷാൻഷി പ്രവിശ്യയിലെ യാനാൻ വരെയായിരുന്നു ഈ ലോങ് മാർച്ച് സംഘടിപ്പിച്ചത്. മാവോ സേ തുങ്ങിന്റെ നേതൃത്വത്തിലെ തെക്ക് കിഴക്കൻ ചൈനയിലെ ജിയാങ്ഷി പ്രവിശ്യയിൽ നിന്ന് ആരംഭിച്ച് വടക്ക് പടിഞ്ഞാറൻ ചൈനയിലെ ഷാൻഷി പ്രവിശ്യയിലെ യാനാൻ വരെയായിരുന്നു. ഓർത്തിരിക്കണം. അപ്പോൾ ലോങ് മാർച്ച് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി. അതിലൂടെയാണ്
മാവോസെ തോങ് പാർട്ടിയുടെ സൈനിക നേതൃത്വവും രാഷ്ട്രീയപരവുമായിട്ടുള്ള നേതൃത്വമൊക്കെ ഏറ്റെടുക്കുന്നത്. അങ്ങനെ 1949 ചൈനീസ് കമ്മ്യൂണിസ്റ്റ് വിപ്ലവം വിജയത്തിലെത്താൻ സഹായിച്ച ഒന്നുകൂടിയാണ് ഇത് ലോങ് മാർച്ച് എന്ന് പറയുന്നത്. ഒക്കെയല്ലേ? അപ്പോൾ ലോങ് മാർച്ച് സന്യാസനുമായിട്ട് ബന്ധപ്പെട്ടതല്ല. ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? മാവോസെ തോങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ സന്യാസൻ ആരാടെ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. സന്യാസൻ ആരാണ്? ആധുനിക ചൈനയുടെ പിതാവായി അറിയപ്പെടുന്ന വിപ്ലവകാരിയും രാഷ്ട്രീയ നേതാവുമാണ് ഡോക്ടർ സന്യാസൻ. ആധുനിക ചൈനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് മാവോസെ തോങ് എന്നൊന്നും എഴുതരുത്, സന്യാസൻ ആണ്. 1911 വിപ്ലവത്തിലൂടെ ചൈനയിലെ അവസാനത്തെ രാജവംശമായിരുന്നു ക്വിങ്, അറിയാലോ, ആ ക്വിങ് ഭരണകൂടത്തെ പുറത്താക്കി റിപ്പബ്ലിക് ഓഫ് ചൈന സ്ഥാപിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച വ്യക്തിയാണ്. റിപ്പബ്ലിക് ഓഫ് ചൈനയാണ്, കമ്മ്യൂണിസ്റ്റ് റിപ്പബ്ലിക് അല്ലേ. റിപ്പബ്ലിക് ഓഫ് ചൈന സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ് ആര്? സന്യാസൻ. അതുപോലെ തന്നെ സന്യാസനിന്റെ തന്റെ രാഷ്ട്രീയ ദർശനങ്ങളെ ഏത് പേരിലാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് അറിയണം. സാൻ മിൻ ചുയി, ജനങ്ങളുടെ 3 തത്വങ്ങൾ എന്ന് വിശേഷിപ്പിച്ചു സന്യാസൻ തന്റെ രാഷ്ട്രീയ ദർശനങ്ങളെ. അത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. 1 നാഷണലിസം, 2 ഡെമോക്രസി, 3 പീപ്പിൾസ് ലിവ്ലിഹുഡ്. 1 ദേശീയത, വിദേശാധിപത്യത്തിൽ നിന്ന് മോചിതമായി ചൈനയെ ഒരു സ്വതന്ത്ര രാഷ്ട്രമാക്കുക. അതുപോലെ തന്നെ ഡെമോക്രസി, ജനാധിപത്യം, ജനങ്ങൾക്ക് ഭരണത്തിൽ പങ്കാളിത്തമുള്ള ഒരു ഭരണകൂടം സ്ഥാപിക്കുക. അതുപോലെ തന്നെ പീപ്പിൾസ് ലിവ്ലിഹുഡ്, പട്ടിണി അകറ്റാനും സാമ്പത്തിക തുല്യത ഉറപ്പാക്കാനും സോഷ്യലിസ്റ്റ് മാതൃകയിലുള്ള പരിഷ്കാരങ്ങൾ കൊണ്ടുവരിക, അതായത് ജനക്ഷേമമാണ്. അതാണ് ഇതിനകത്ത് സന്യാസനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അതുപോലെ തന്നെ 1912 റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ ആദ്യത്തെ താത്കാലിക പ്രസിഡന്റായി ചുമതലയേറ്റത് അദ്ദേഹമായിരുന്നു. ആര്? സന്യാസൻ ആയിരുന്നു. അതും ഇതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കണം. ഇനി അതിനുശേഷം ഒരു സോഷ്യൽ കോൺട്രാക്ട് തന്നു. ഈ സോഷ്യൽ കോൺട്രാക്ട് ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? നമ്മൾ കേട്ടിട്ടുണ്ടാവും. സോഷ്യൽ കോൺട്രാക്ട് ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഒന്ന് പറഞ്ഞേ, ഒന്ന് ഓർത്ത് നോക്കിയാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സാമൂഹിക കരാർ അല്ലെ? സമൂഹത്തിലെ വ്യക്തികളും ഭരണകൂടവും തമ്മിലുള്ള അലിഖിതമായ ഉടമ്പടി ആണോ? ആരുടെയായിരുന്നു സോഷ്യൽ കോൺട്രാക്ട്? ആരാണ് സോഷ്യൽ കോൺട്രാക്ട്? നിങ്ങൾക്കറിയാം, സാമൂഹിക ഉടമ്പടി സിദ്ധാന്തം എന്ന സോഷ്യൽ കോൺട്രാക്ട് തിയറി, ദ സോഷ്യൽ കോൺട്രാക്ട് പുസ്തകം രചിച്ചത് പ്രമുഖ സ്വിസ് ഫ്രഞ്ച് തത്വചിന്തകനായ ആരാണ്? ജീൻ ജാക്കസ് റൂസോ അല്ലേ? ജീൻ ജാക്കസ് റൂസോ 1762 സോഷ്യൽ കോൺട്രാക്ട് പ്രസിദ്ധീകരിച്ചത്. രാഷ്ട്രീയ തത്വചിന്തയിലെ സോഷ്യൽ കോൺട്രാക്ട് സിദ്ധാന്തങ്ങളുമുണ്ട്, അത് വേറെയാണ്. അപ്പോൾ നമ്മളിവിടെ സോഷ്യൽ കോൺട്രാക്ട് എന്ന് പറയുന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചത് ആര്? ജീൻ ജാക്കസ് റൂസോയാണ്. ആര്? ജീൻ ജാക്കസ് റൂസോ. റൂസോയെ കുറിച്ച് നിങ്ങൾ കുറെ കേട്ടിട്ടുണ്ട്. ആരാടെ റൂസോ? ജീൻ ജാക്കസ് റൂസോ എന്ന റൂസോ 18ാം നൂറ്റാണ്ടിലെ എൻലൈറ്റ്മെന്റ് പീരീഡിൽ, അതായത് ജ്ഞാനോദയ കാലഘട്ടത്തിലെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള തത്വചിന്തകനും രാഷ്ട്രീയ ചിന്തകനും എഴുത്തുകാരനുമായിരുന്നു ആര്? ജീൻ ജാക്കസ് റൂസോ. 1712 ജനിക്കുകയും 1778 മരണമടയുകയും ചെയ്തു. സ്വിറ്റ്സർലൻഡിലെ ജനീവയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ഓക്കെ അല്ലേ? മനുഷ്യപ്രകൃതി, അതായത് മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, എന്നാൽ എല്ലായിടത്തും അവൻ ചങ്ങലകളിലാണ് എന്നത് റൂസോയുടെ പ്രസിദ്ധമായിട്ടുള്ള വാചകമാണ്. അദ്ദേഹത്തിന്റെ പുസ്തകമാണ് സോഷ്യൽ കോൺട്രാക്ട്. ദ സോഷ്യൽ കോൺട്രാക്ട് എന്ന സാമൂഹിക ഉടമ്പടി. അതുപോലെ തന്നെ 1762 സോഷ്യൽ കോൺട്രാക്ട് പുറത്തിറങ്ങിയെന്ന് അറിയാം. അതുപോലെ തന്നെ എമിലി ഓൺ എഡ്യൂക്കേഷൻ എന്നുള്ള 1762 വിദ്യാഭ്യാസത്തെയും കുട്ടികളുടെ വളർച്ചയെയും കുറിച്ചുള്ള ജീൻ ജാക്കസ് റൂസോയുടെ പ്രബന്ധമാണ്.
അതുപോലെ തന്നെ ജീൻ രാക്കോസ് റൂസോയുടെ ആത്മകഥയുണ്ട്, ഒരു പക്ഷേ എക്സാമിന് ചോദിക്കാം. കൺഫെഷൻസ് എന്നാണ്. കുംഭസാരങ്ങൾ കേട്ടിട്ടില്ലേ? കൺഫെഷൻസ് 1782 പുറത്തിറങ്ങിയ കൺഫെഷൻസ് ആണ് ജീൻ ജാക്കസ് റൂസോയുടെ ആത്മകഥ. അതുപോലെ തന്നെ ഇതിനകത്ത് വോൾട്ടയറെ കുറിച്ച് പറയുന്നുണ്ട്. സോഷ്യൽ കോൺട്രാക്ട് എന്നുണ്ട്. വോൾട്ടയർ ആരാടെ? വോൾട്ടയർ ആരാണ്? വോൾട്ടയർ നിങ്ങൾക്കറിയാം, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒന്ന് പറഞ്ഞേ, വോൾട്ടയർ ആരായിരുന്നേ? 18-ാം നൂറ്റാണ്ടിലെ ഫ്രഞ്ച് ജ്ഞാനോദയ ഘട്ടത്തിലെ പ്രമുഖ ചിന്തകനും എഴുത്തുകാരനുമായിരുന്ന 1694 ജനിക്കുകയും 1778 മരണമടയുകയും ചെയ്ത ഫ്രാൻസ മരി അറൂവേ എന്ന വോൾട്ടയർ. ആരാണ്? ഫ്രാൻസ മരി അറൂവേ എന്ന വോൾട്ടയർ. റൂസോ മനുഷ്യന്റെ വികാരങ്ങൾക്കും പ്രകൃതിക്കും പ്രാധാന്യം നൽകി, അത് നമ്മൾ പഠിച്ചു. എന്നാൽ വോൾട്ടയർ ആണോ? വോൾട്ടയർ എന്തായത്? യുക്തിക്കും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമായിരുന്നു വോൾട്ടയർ മുൻഗണന നൽകിയിരുന്നത്. നിങ്ങളുടെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നില്ലായിരിക്കാം, പക്ഷെ അത് പറയാനുള്ള നിങ്ങളുടെ അവകാശത്തിന് വേണ്ടി മരണം വരെ ഞാൻ പോരാടും എന്നുള്ളത് ആരുടെ ആശയമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വോൾട്ടയറുടെ ആണ്. എന്താണ് ആശയം? ഒന്നുകൂടെ പറഞ്ഞേ. നിങ്ങളുടെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നില്ലായിരിക്കാം, പക്ഷേ അത് പറയാനുള്ള നിങ്ങളുടെ അവകാശത്തിന് വേണ്ടി മരണം വരെ ഞാൻ പോരാടുമെന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? വോൾട്ടയർ ആണ്. ആ വസ്തുതയും കൂടി അതിന് അദ്ദേഹം പ്രമുഖമായിട്ടും യുക്തിചിന്തയിലൂന്നിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അന്ധമായ വിശ്വാസങ്ങൾക്ക് പകരം ശാസ്ത്രീയമായ തെളിവുകളുടെയും യുക്തിയുടെ അടിസ്ഥാനത്തിൽ മാത്രം കാര്യങ്ങളെ കാണാൻ ജനങ്ങളെ പ്രേരിപ്പിച്ച വ്യക്തി കൂടിയാണ്, തത്വചിന്തകനാണ് വോൾട്ടയർ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അന്ധമായ ശുഭാപ്തി വിശ്വാസത്തെ പരിഹസിക്കുന്ന വോൾട്ടയറുടെ പ്രശസ്തമായിട്ടുള്ള ഒരു നോവലുണ്ട്, കാൻഡിഡ്. എന്താണ്? കാൻഡിഡ് എന്നാണ് 1759 പുറത്തിറങ്ങിയ വോൾട്ടയറുടെ പുസ്തകം. എന്താണ്? അന്ധമായ ശുഭാപ്തി വിശ്വാസത്തെ പരിഹസിക്കുന്ന വോൾട്ടയറുടെ പുസ്തകമാണ് കാൻഡിഡ്. അതുപോലെ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ഇംഗ്ലണ്ടിലെ രാഷ്ട്രീയ മത സ്വാതന്ത്ര്യങ്ങളെ പ്രശംസിച്ചുകൊണ്ട് വോൾട്ടയർ എഴുതിയ ഒരു കൃതിയുണ്ട്, ലെറ്റേഴ്സ് ഓൺ ദി ഇംഗ്ലീഷ്. 1733 പ്രസിദ്ധീകരിച്ച ലെറ്റേഴ്സ് ഓൺ ദി ഇംഗ്ലീഷ് എന്ന് പറയുന്ന കൃതിയാണ് ഇംഗ്ലണ്ടിലെ രാഷ്ട്രീയ മത സ്വാതന്ത്ര്യങ്ങളെ പ്രശംസിച്ചുകൊണ്ട് ആര് തയ്യാറാക്കിയത്? വോൾട്ടയർ തയ്യാറാക്കിയത്. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ വേൾഡ് ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട മുൻകാല ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വസ്തുതകളുമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ മനസ്സിലാക്കിയത്. നിങ്ങൾക്ക് ഇനി വരുന്ന എല്ലാ തരത്തിലുള്ള എക്സാമിനും പ്രയോജനം ചെയ്യുന്നൊരു ടോപ്പിക്കാണ്. അതുകൊണ്ട് കണ്ട് കേട്ട് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കായി ചാനൽ പങ്കുവയ്ക്കാനായിട്ട് വിട്ടുപോകരുത്. ബൈ, ടേക്ക് കെയർ.